അപ്പോൾ ദാ ഈ ചോറ് വാർക്കണോട് കൂടിയിട്ട് ഇന്നത്തെ രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. ഇന്നെന്താ വേഗം വേഗം കാര്യങ്ങൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് തീർന്നിട്ട് 2 ദിവസമായി. അതുകൊണ്ട് അടുപ്പിലാവുമ്പോൾ വേഗം വഴിക്ക് കാര്യങ്ങൾ വെച്ചാലല്ലേ, ഒരു ചട്ടി ഇറക്കുമ്പോൾ ഒരു ചട്ടി വെച്ചാലാണ് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാ തീ കെട്ടിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് DYFIയുടെ ഊണ് കൊടുക്കുന്ന ദിവസമാട്ടോ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഞാനും ഒരു 3 പൊതിച്ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയായി. ഞാൻ ഇല വാട്ടി ചോറ് പൊതിയാൻ നോക്കുകയാണ്. പിന്നെ നമ്മുടെ വീട്ടിലെ വാഴയൊക്കെ പന്നി കുത്തി നശിപ്പിച്ച കാരണം വലിയൊന്നും കിട്ടാനില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് അടുത്ത വീട്ടിലുള്ള ഒരു ചേട്ടനാണ് നമുക്ക് വാഴയില തന്നത്. ഞാൻ കാബേജ് തോരനും മാമ്പഴ പുളിശ്ശേരിയും അതുപോലെ തന്നെ സാമ്പാറാണ് ഉണ്ടാക്കിയത്. സാമ്പാർ പിന്നെ ഞാൻ ഒരു കവറിൽ കെട്ടിയിട്ട് അതിൽ വെക്കുകയാണ് ചെയ്തത്. പിന്നെ അതിന് ശേഷം വീണ്ടും പണിയുണ്ട് കേട്ടോ. നാളെ ഉണ്ണി ഹോസ്റ്റലിലേക്ക് പോവാണ്. അപ്പോൾ അവൾക്ക് കൊണ്ട് മീനച്ചാർ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. അതാ മീനച്ചാർ റെഡിയായി. ഇനിയിപ്പോൾ അത് ചൂടാറിയ കുപ്പിയിലാക്കിയാൽ മതി. പിന്നെ അവൾക്ക് സേമിയ പായസം വേണമെന്ന് പറഞ്ഞിട്ട് അതും ഉണ്ടാക്കി. അങ്ങനെ ഇന്ന് ഉച്ചവരെയുള്ള സമയം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി.